നമസ്കാരം. കഴിഞ്ഞ ഒരു മാസം മുമ്പ് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം നടന്നു. എന്താണ് ആ സന്തോഷകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ GST നിരക്കുകൾ കുറച്ചു. എസ്പെഷ്യലി മരുന്നിൻ്റെ കാര്യത്തിൽ സാധാരണ എല്ലാ മരുന്നുകളും 12% അടുപ്പിച്ചിട്ടാണ് ടാക്സ്. ചില മരുന്നിന് 18 ചിലതിന് 5 ഉണ്ട്. പക്ഷേ ജനറലി ഒരു 12% സ്ലാബിലാണ് ഭൂരിഭാഗം മരുന്നുകൾ വന്നുകൊണ്ടിരുന്നത്. അത് കുറേ എണ്ണത്തിന് 12-ൽ നിന്ന് 5%-ലേക്കായി കുറച്ചു. 5% കുറേ എണ്ണത്തിന് 0% ആക്കുകയും ചെയ്തു. അതൊരു വലിയ വെൽക്കം സ്റ്റെപ്പാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ലോകമെമ്പാടുമാണെങ്കിലും ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അയാളുടെ ഏറ്റവും വലിയൊരു എക്സ്പെൻസ് വരുന്നത് എന്താണ്? മരുന്നുകളുടെ ചിലവാണ്. നമ്മളിപ്പോൾ ഒരു ടോട്ടൽ ഒരു ചികിത്സയുടെ ചിലവ് നോക്കുകയാണെങ്കിൽ 80-85% ചിലവും വരുന്നത് മരുന്നുകളുടെ ചിലവാണ്. അപ്പോൾ ആ മരുന്നുകളുടെ ചിലവിൽ ഒരു വില കുറയുന്നു എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരാളുടെ മുകളിലുള്ള സാമ്പത്തിക ഭാരം വളരെയധികം കുറയുന്നു എന്നുള്ളതാണ് അതിലുള്ള ഒരു ഇംപ്ലിക്കേഷൻ. അപ്പോൾ എന്താണ് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഇംപ്ലിക്കേഷൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാ മരുന്നുകൾക്കും ഇപ്പോൾ പുതിയ മരുന്നുകൾ വന്നു. കഴിഞ്ഞ ഒരു മാസമായിട്ട് എല്ലാ മരുന്നുകളുടെയും പുതിയ ബാച്ച് വന്നു. വരുന്നതിന് മുമ്പ് തന്നെ കേരളം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മരുന്നിനും എത്രയാണോ GST കുറച്ചിരുന്നത് അതനുസരിച്ച് തന്നെയാണ് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ, കഴിഞ്ഞ മാസം 1-ാം തീയതി തൊട്ട് തന്നെ നമ്മുടെ പേഷ്യൻസിന് ആ ബെനിഫിറ്റ് നമ്മൾ പാസ് ഓൺ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ പുതിയ MRP മരുന്ന് വന്നു. അപ്പോൾ MRP മരുന്ന് വരുമ്പോൾ എന്താണ് ഇംപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് വെച്ച് ചോദിച്ചാൽ, നമുക്കറിയാം ചെറിയ ബയോളജിക്കൽ മരുന്നുകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇംപ്ലിക്കേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ റിട്ടുക്സിമാബിനൊക്കെ ഒരു 800-1000 രൂപ വരെ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അഡാലിമാബ് അങ്ങനെയുള്ള ബയോളജിക്കൽ മരുന്ന് 500-600 രൂപയൊക്കെ ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മരുന്നുകൾ MMF ആണെങ്കിലും നമ്മുടെ മെത്തോട്രെക്സേറ്റ്, HCQS, ഫോളിട്രാക്സ്, അങ്ങനെ ലെഫ്റ്റോ, അങ്ങനെയുള്ള എല്ലാ മരുന്നുകൾക്കും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 5-6% വരെ മരുന്നിന് വില കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു സന്തോഷകരമായ വാർത്ത എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ ഈ പേഷ്യൻസിനെല്ലാം തന്നെ അവരുടെ ഒരു മരുന്നുകൾ കൂടുതൽ കറക്റ്റായിട്ട് കഴിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മാത്രമല്ല എല്ലാവർക്കും അഫോർഡബിൾ. ഒരാൾക്ക് അസുഖം വരുമ്പോൾ ഒരിക്കലും നമുക്കറിയാം ഇത് അവരുടെ കുറ്റം കൊണ്ടല്ലോ. 99% അസുഖം വരുന്ന ആരുടെയും കുറ്റം കൊണ്ടല്ല. അവർക്ക് അത് അസുഖം വന്നു, അങ്ങനെ വാതരോഗം പിടിപെട്ടു. അപ്പോൾ അവർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ, ചിലർക്ക് അത് അഫോർഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. നമ്മുടെ സൈഡിൽ നിന്ന് ഡ്രഗ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ മാസവും നമ്മൾ ഒരു 100 പേഷ്യൻസോളം നമ്മൾ പലപ്പോഴും ഇത് ഹെൽപ്പ് അവർക്ക് ഫ്രീ ആയിട്ട് മെഡിസിൻ കൊടുക്കാറും ശ്രമിക്കാറുണ്ട്. 100-അധികം കൊടുക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒരു വില കുറയുമ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഒരു മേളിലുള്ള ഒരു ബേർഡൻ കുറയുന്നുള്ള സന്തോഷമായ കാര്യമാണ്. ആ ഒരു സന്തോഷമായ കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കണം തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്.